ലക്ഷണങ്ങൾ നോക്കേണ്ട ലക്ഷണങ്ങൾ ഒന്ന് ചിലപ്പം തോളിൻ്റെ ലെവൽ വലതുവശത്തെയും ഇടതുവശത്തെയും തോളിൻ്റെ ലെവലിലൊരു വ്യത്യാസം കാണാം. ഒരു സൈഡിലെ ഈ തോൾ പലക ചിലപ്പം അധികം പ്രോമിനൻ്റ് ആയിരിക്കാം. അല്ലെങ്കിൽ നട്ടെല്ലിലൊരു വളവായിട്ട് തന്നെ കാണാം. അല്ലെങ്കിൽ രണ്ട് കാലിൻ്റെ ഉയരങ്ങളിൽ ചെറിയ ഏറ്റക്കുറച്ചിലായിട്ട് ഈ താഴത്തെ നട്ടെല്ലിനെ ബാധിക്കുന്ന സ്കോളിയോസ് ആണെങ്കിൽ കാലിൻ്റെ ഉയരത്തിലൊരു ഏറ്റക്കുറച്ചിലായിട്ട് കാലിൻ്റെ നീളത്തിൽ കാണാം. അത് അല്ലെങ്കിൽ ഒരു സൈഡിലെ പെൽവിസ് ഇടുപ്പ് കുറച്ച് കൂടുതൽ പ്രോമിനൻ്റ് ആയി കാണാം. ഇനി കുട്ടിയെ നമ്മൾ കുനിച്ച് നിർത്തുകയാണെങ്കിൽ, അതായത് കുട്ടി മുമ്പോട്ട് കുനിഞ്ഞ് നിൽക്കുമ്പം നമുക്ക് രണ്ട് ഭാഗത്തും ചെറിയ വ്യത്യാസം കാണാം. സിമിട്രി ഉണ്ടായിരിക്കില്ല സ്കോളിയോസിസ് ഉണ്ടെങ്കിൽ. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലൂടെ കൈ ഒന്ന് ചെറുതായിട്ട് കൈ ഓടിക്കുകയാണെങ്കിൽ നട്ടലിൻ്റെ വളവായിട്ട് തന്നെയും ഒക്കെ നമുക്കത് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള ചെറിയ തോളിൻ്റെ ലെവലിൽ ഏറ്റക്കുറച്ചിലുകളോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ലക്ഷണമുണ്ടെങ്കിൽ പാരൻസിന് തന്നെയോ ടീച്ചർക്കോ ഒക്കെ ഈ ഫോർവേഡ് ബെൻഡിങ്, അതായത് മുമ്പോട്ട് കുനിഞ്ഞിട്ട് ആയിരിക്കുന്ന അവസ്ഥയിൽ ഏസിമെട്രി ഉണ്ടോ എന്നും, ഏസിമെട്രി ഉണ്ടെങ്കിൽ നമുക്ക് കൈ ഒന്ന് പതുക്കെ തലോടി നോക്കിയാൽ ആ നട്ടലിലെ വളവുണ്ടോ എന്നൊക്കെ ഒരു പരിധിവരെ തിരിച്ചറിയാൻ സാധിക്കും. അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഉടനെ തന്നെ ഒരു ഡോക്ടറെ കാണിക്കുകയും അതിൻ്റെ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കുകയും ചെയ്യണം.